ഹായ് ഗായ്സ്, ആദോസ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഐ മേക്കപ്പ് എങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന സമയത്താണ് ഞാൻ നല്ല വാലിട്ടൊക്കെ കണ്ണെഴുതിക്കൊണ്ട് പോകുമായിരുന്നു കേട്ടോ. അന്ന് എൻ്റെ കൂടെ പഠിച്ച കുറേ കുട്ടികൾ എന്നോട് ചോദിക്കായിരുന്നു ഇങ്ങനെ എങ്ങനെയാണ് കണ്ണെഴുതാൻ പറ്റുന്നതെന്ന്. എന്നോട് മെയിനായിട്ട് ചോദിക്കുന്നത് എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ടാണ് അവൾ, സിനി എന്നാണ് അവളുടെ പേര്. അവളാണ് എന്നോട് എപ്പോഴും ചോദിക്കുന്നത് നീ എങ്ങനെയാണ് ഇങ്ങനെ കണ്ണെഴുതുന്നത്, എന്നെ ഒന്ന് കാണിച്ചു തരുമെന്ന്. ആ സമയത്തൊക്കെ ഞാൻ നല്ല രീതിയിൽ വാലിട്ടൊക്കെയാണ് കണ്ണെഴുതിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ അവളെ ഓർത്തിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചത്. അവൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഫോണിൽ സ്റ്റാറ്റസൊക്കെ എൻ്റെ ഫോട്ടോസൊക്കെ ഇടുമ്പോഴത്തേക്കിനും എന്നോടിങ്ങനെ ചോദിക്കും. ഞാൻ ഫോട്ടോയൊക്കെ എടുക്കുന്ന നേരം കണ്ണൊക്കെ എഴുതും. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്നോടിങ്ങനെ ചോദിക്കായിരുന്നു അതിലെങ്ങനെയാണ് ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിക്കും. അവളൊരു ക്രിസ്ത്യൻ കുട്ടിയാണ് കേട്ടോ. അവൾക്ക് അങ്ങനെ എഴുതാൻ അറിയത്തില്ല മെയിനായിട്ട്. അപ്പോൾ ഞാൻ എഴുതുന്ന അവൾ എന്നോട് എപ്പോഴും ഇങ്ങനെ ചോദിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒരു ദിവസം പറഞ്ഞു തരാടി എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ഞാൻ എങ്ങനെ രീതിയിലാണ് സിമ്പിളായിട്ട് കണ്ണെഴുതുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ രണ്ട് കണ്ണിലും കാജൽ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എൻവൈബയുടെ കാജലാണ് കേട്ടോ. കുഴപ്പമില്ല, ഓൾമോസ്റ്റ് ഞാനിപ്പോൾ ഒരു 5-6 മാസം കൊണ്ട് ഈ ഒരു കാജലാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് വലിയ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ അടുത്തത് ഐലൈനർ എഴുതി കൊടുക്കുന്നുണ്ട്. ഐലൈനർ ഞാൻ യൂസ് ചെയ്യുന്നത് ശീതളിൻ്റെ ആണ്. അത് ഞാനിപ്പോൾ കുറേ നാളുകൊണ്ട് യൂസ് ചെയ്യുകയാണ്. എനിക്ക് ശീതൾ നല്ല ആപ്റ്റബിളാണ്. അതുകൊണ്ടാണ് ഞാൻ ശീതൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഞാനാണെങ്കിൽ ഈ ടിപ്പ് തൊട്ട് സൈഡ് വരെ ഞാൻ ഒറ്റ ലെങ്കിൽ അങ്ങ് എഴുതി പോവുകയാണ്. എന്നിട്ട് സൈഡിൽ ഞാനൊരു വാല് പോലെ വരയ്ക്കും. എന്നിട്ട് ആ കണ്ണിൻ്റെ ടിപ്പിലായിട്ട് കുറച്ച് നീട്ടി വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് താഴത്തെ ഭാഗത്തായിട്ട് യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ. രണ്ട് സൈഡും യോജിപ്പിക്കുന്നുണ്ട്. എൻ്റെ കണ്ണിൻ്റെ അകത്ത് ഐലൈനർ പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫോണിൻ്റെ അകത്ത് നോക്കി എഴുതുന്നതിൻ്റെ ഭയങ്കര പ്രശ്നമുണ്ട്. എനിക്ക് അങ്ങനെ നോക്കി എഴുതാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതൊരു ടാസ്ക് പിടിച്ചൊരു പരിപാടിയായിപ്പോയി കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറുതായിട്ടൊന്ന് വീതിയും കൂടിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അപ്പുറത്തെ കണ്ണിൽ ഈ സെയിം പോലെ തന്നെയാണ് ഞാൻ എഴുതി കൊടുക്കുന്നത്. ഇച്ചിരി വാലും ഇടുന്നുണ്ട്. ടോപ്പ് ടിപ്പിലായിട്ട് ലൈൻ വരച്ചിട്ട് താഴെയും അതുപോലെ തന്നെ യോജിപ്പിക്കുന്നുണ്ട്. കണ്ണിൻ്റെ താഴത്തെ ഭാഗത്തായിട്ട് നല്ല രീതിയിൽ നമ്മൾ ഇച്ചിരി വീതിക്ക് വേണമെങ്കിൽ വീതിക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നൈസായിട്ട് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം കേട്ടോ. അപ്പോൾ വീതിക്ക് എഴുതുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണ് കുറച്ച് വിടർന്നിരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഞാൻ വീതിക്കാണ് ഇപ്പോൾ എഴുതിയേക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കണ്ണെഴുത്തെന്ന് പറയുന്നത്. ഞാൻ നേരത്തെ തൊട്ട് കണ്ണെഴുതുന്നതുകൊണ്ട് എനിക്ക് കണ്ണെഴുതാൻ ഭയങ്കരമായിട്ട് സ്പീഡുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം, ഞാൻ മസ്കാര യൂസ് ചെയ്തിട്ടില്ല. ഞാനത് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതാണ്, പക്ഷേ ഞാൻ എഴുതിയിട്ടില്ല കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ അതിൻ്റെ കാര്യം മറന്നുപോയി. പിന്നെ ഞാൻ കുറച്ച് അവിടെ ഇവിടെയൊക്കെ പടർന്നിരിക്കുന്നതൊക്കെ ഞാൻ കണ്ണാടി നോക്കി അത് ചെയ്യുന്നുണ്ട്. ഞാൻ ഇങ്ങനെയാണ് വാലിട്ട് കണ്ണെഴുതാറ്. എൻ്റെ മെയിനായിട്ട് എനിക്ക് സംഭവിച്ചു പോയതെന്ന് വെച്ചാൽ എൻ്റെ കണ്ണിൻ്റെ അകത്ത് ശകല ഐലൈനർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ഈ ഫോണിൽ നോക്കി മെയിനായിട്ട് എനിക്ക് കണ്ണെഴുതാൻ അറിയത്തില്ല. എനിക്ക് കണ്ണാടി എപ്പോഴും വേണം. എനിക്ക് അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഒന്ന് വീതി കൂടി പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ കണ്ണെഴുതാറുള്ളത്. ഈ രീതിയിലാണ് ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ കണ്ണെഴുതിക്കൊണ്ട് പോകാറുള്ളത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക, കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക. ഇനി അത് അടുത്ത വീഡിയോയിൽ ഞാൻ തിരുത്താൻ ശ്രമിക്കാം. ഇപ്പോൾ ഫസ്റ്റ് ആയതുകൊണ്ട് ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാവരും ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പം വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് കാണാം. അതുവരെ ടാറ്റാ.